മലയാള സാഹിത്യകാരന്മാർ പ്രശ്നോത്തരി ഭാഗം 1. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന മലയാള സാഹിത്യകാരന്മാർ സചിത്ര ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജ്ഞാനപ്രദമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ ലഭിക്കുന്നതാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ വീഡിയോസ് ആൻഡ് റൈറ്റ് യുവർ കമന്റ്സ്. സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാവർക്കും. സൂര്യകാന്തി, വിശ്വദർശനം, ഓടക്കുഴൽ, പഥികന്റെ പാട്ട്, കവിതാ സമാഹാരം, ഇളം ചുണ്ടുകൾ, ഓലപ്പീപ്പി തുടങ്ങിയ ബാലകവിതകൾ രചിച്ച ദാർശനിക കവി, സൂര്യകാന്തിയുടെ കവി എന്നെല്ലാം അറിയപ്പെടുന്ന ജ്ഞാനപീഠ സമ്മാനം നേടിയ കവി ജി ശങ്കരക്കുറുപ്പ്. സിംഹഭൂമി, നൈൽ ഡയറി, ബാല്യദ്വീപ്, ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ തുടങ്ങി ഒട്ടേറെ കൃതികൾ രചിച്ച മലയാള സഞ്ചാര സാഹിത്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജ്ഞാനപീഠ സമ്മാനം നേടിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പേര് എസ്.കെ. പൊറ്റക്കാട്ട്, ശങ്കരൻകുട്ടി പൊറ്റക്കാട്ട്. തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ചെമ്മീൻ, കയർ, ഏണിപ്പടികൾ തുടങ്ങിയ കൃതികൾ രചിച്ച കുട്ടനാടിന്റെ കഥാകാരൻ ആര്? തകഴി ശിവശങ്കരപ്പിള്ള. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നിങ്ങനെ പ്രവർത്തനം. ജ്ഞാനപീഠം, എഴുത്തച്ഛൻ, കേരളജ്യോതി, ജെ.സി. ഡാനിയൽ പുരസ്കാരങ്ങൾ, നാലുകെട്ട്, അസുരവിത്ത്, രണ്ടാമൂഴം തുടങ്ങിയ പ്രശസ്ത കൃതികൾ. അങ്ങനെ ഒട്ടേറെ കൃതികൾ രചിച്ച ഇദ്ദേഹം ആര്? എം ടി വാസുദേവൻ നായർ. അക്ഷരം, ഉപ്പ്, ഉജ്ജയിനി, ഭൂമിക്ക് ഒരു ചരമഗീതം തുടങ്ങിയ കൃതികൾ. ഒട്ടേറെ ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ച, പത്മശ്രീ, പത്മവിഭൂഷൺ, ജ്ഞാനപീഠം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള, ആദ്യ തൂലികാനാമമായി ബാലമുരളി എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള ഇദ്ദേഹം ഒ.എൻ.വി. കുറുപ്പ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം തുടങ്ങി നിരവധി കൃതികൾ രചിച്ച, ജ്ഞാനപീഠം അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ് നേടിയ ഇദ്ദേഹം ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മഹാകാവ്യം എഴുതാത്ത മഹാകവി, സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നെല്ലാം പ്രസിദ്ധം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യൻ. പല്ലനയാറ്റിൽ റെഡീമർ ബോട്ടപകടത്തിൽ മരണപ്പെട്ട് ഈ വർഷം 1 നൂറ്റാണ്ട് തികയുകയാണ്. കവിയുടെ പേര് കുമാരനാശാൻ. ഉമാകേരളം മഹാകാവ്യം, പിങ്കള, കർണഭൂഷണം തുടങ്ങി കവിതാ ഗ്രന്ഥങ്ങൾ നിരവധി. കേരള സാഹിത്യ ചരിത്രം, ദിവാൻ പേഷ്കാർ സർക്കാർ പദവി, സംസ്ഥാനത്തെ തിരുവിതാംകൂറിലെ ഉയർന്ന സർക്കാർ പദവി. ഈ മഹാകവിയുടെ പേര് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇന്ത്യൻ ദേശീയതയുടെ കവി. കേരളീയ കലകൾക്കായി കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ചിത്രയോഗം മഹാകാവ്യം രചിച്ചു. സാഹിത്യമഞ്ജരി എന്ന കവിതാ സമാഹാരം 11 ഭാഗങ്ങളുണ്ട്. അച്ഛനും മകളും, ശിഷ്യനും മകനും, കൊച്ചു സീത, ബധിരവിലാപം തുടങ്ങി നിരവധി കൃതികൾ രചിച്ച കേരള വാൽമീകി എന്ന് പ്രസിദ്ധനായ ഇദ്ദേഹം ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ബാല്യകാല സഖി, മതിലുകൾ, ലുപ്പുപ്പാക്കൊരാനേണ്ടാർന്ന്, ഭാർഗവീ നിലയം, പാത്തുമ്മായുടെ ആട് തുടങ്ങിയ കൃതികൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ബേപ്പൂർ സുൽത്താൻ. ആദ്യ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ബേപ്പൂർ സുൽത്താൻ. വൈക്കം മുഹമ്മദ് ബഷീർ. കഥ, കവിത, നാടകം തുടങ്ങി വിവിധ സാഹിത്യ സൃഷ്ടികൾ. ആത്മകഥയ്ക്ക് ഒരാമുഖം എന്ന ആത്മകഥ. ആദ്യ വയലാർ അവാർഡ് അവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിന് ലഭിച്ചു. ഈ സാഹിത്യകാരിയുടെ പേര് ലളിതാംബിക അന്തർജനം. കൂപ്പുകൈ, കുടുംബിനി, അമ്മ,
സ്ത്രീഹൃദയം, സോപാനം, നിവേദ്യം, പ്രണാമം, മുത്തശ്ശി തുടങ്ങി കൃതികൾ രചിച്ച മാതൃത്വത്തിൻ്റെ കവയിത്രി എന്ന് പ്രസിദ്ധയായ ഈ കവയിത്രി എൻ ബാലാമണിയമ്മ, നാലപ്പാട്ട് ബാലാമണിയമ്മ. എതിർപ്പ്, അയൽക്കാർ, ഓടയിൽ നിന്ന് നോവലുകൾ, ഗുസ്തി തുടങ്ങിയ കഥകൾ രചിച്ച ഇദ്ദേഹമാണ് എതിർപ്പിൻ്റെ കഥാകാരൻ എന്ന പേരിൽ പ്രസിദ്ധൻ. പേര് പി കേശവദേവ്. പി കേശവദേവ്. അഴകനും പൂവാലിയും, ആനക്കാരൻ, സമ്മാനം, ബാലചന്ദ്രൻ തുടങ്ങിയ ഒട്ടേറെ ബാലകഥകൾ, പൊതിച്ചോറ് തുടങ്ങിയ നിരവധി കഥകൾ രചിച്ച ഈ വാദ്യാർ കഥകളുടെ സ്രഷ്ടാവ്, അധ്യാപക കഥകളുടെ സ്രഷ്ടാവ് ആര്? കാരൂർ നീലകണ്ഠപിള്ള. കാരൂർ നീലകണ്ഠപിള്ള. ബാഷ്പാഞ്ജലി, സങ്കല്പകാന്തി, രമണൻ, പാടുന്ന പിശാച്, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, വാഴക്കുല, മനസ്വിനി, യവനിക തുടങ്ങിയ കൃതികൾ രചിച്ച മലയാളത്തിലെ പാടുന്ന ഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. സുന്ദരികളും സുന്ദരന്മാരും, ഉമ്മാച്ചു, രാച്ചിയമ്മ, വെളുത്തകുട്ടി തുടങ്ങി നിരവധി കൃതികൾ രചിച്ച പി സി കുട്ടിക്കൃഷ്ണൻ എന്ന ഇദ്ദേഹത്തിൻ്റെ തൂലികാനാമം, നാം അറിയുന്ന പേര് ഏതാണ്? ഉറൂബ്. ഉറൂബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തൂലികാനാമം. സാഹിത്യഭൂഷണം, കല ജീവിതം തന്നെ, രാജാങ്കണം, മലയാള ശൈലി, ഭാരത പര്യടനം, ദന്തഗോപുരം തുടങ്ങിയ കൃതികൾ രചിച്ച മലയാള സാഹിത്യ നിരൂപകൻ ആരെന്ന് നോക്കൂ. കുട്ടിക്കൃഷ്ണമാരാര്. കുട്ടിക്കൃഷ്ണമാരാര്. പഠിക്കാനും വളരാനും നിങ്ങൾക്കൊപ്പം ഉണ്ണീസ് വിജയപാത. സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അശ്വമേധം, ശരശയ്യ, തുലാഭാരം, സർവേക്കല്ല്, കയ്യും തലയും പുറത്തിടരുത്, മുടിയനായ പുത്രൻ തുടങ്ങി നാടകങ്ങളുടെ രചയിതാവ്, സംവിധായകൻ, ചലച്ചിത്ര തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ ഒളിവിലെ ഓർമ്മകൾ ആത്മകഥ രചിച്ച ഇദ്ദേഹം ആരാണ് പറയാമോ? തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി. മണ്ണിൻ്റെ മാറിൽ, പ്രമാണി നോവലുകൾ, നാടകങ്ങൾ, കഥകൾ, കവിത, ബാലസാഹിത്യം തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിരവധി രചനകൾ. ജീവിതപാത എന്ന വിഖ്യാത ആത്മകഥ. ആളെ മനസ്സിലായോ? ആരെന്ന് പറയൂ. ചെറുകാട്. ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്ന മുഴുവൻ പേര്. ചെറുകാട്. ഒരേ കുടുംബം, ജീവിതം, പ്രസവിക്കാത്ത അമ്മ തുടങ്ങിയ നാടകങ്ങൾ, നോവലുകൾ, തിരക്കഥകൾ രചിച്ച പി കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം, പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ. തിക്കോടിയൻ. എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.